വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ. അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ അവർ സമന്മാരായി സ്വീകരിക്കുന്നു, ഉണ്ടാക്കുന്നു, തീർക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അർത്ഥം പറയുമ്പോൾ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുന്നവർ ജനങ്ങളിലുണ്ട് എന്നും ജനങ്ങളിൽ ആളുകളിൽ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുന്നവർ ഉണ്ട് എന്നും രണ്ട് നിലക്കും അർത്ഥം പറയാവുന്നതാണ്. വ്യാകരണപ്രകാരം മുബ്തദവും ഖബറും മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു എന്ന ഒരു ചർച്ച പ്രകാരമാണ് ഈ രണ്ട് അർത്ഥം വരുന്നത്. രണ്ടായാലും ആയത്തിൻ്റെ ഉദ്ദേശം നന്നേ വ്യക്തമാണ്. ഇവിടെ മിൻ ദൂനില്ല എന്നതിന് അള്ളാഹുവെ കൂടാതെ എന്നും അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം എന്നും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. മിൻ ദൂനില്ല എന്നുള്ളതിന് അള്ളാഹുവോടൊപ്പം എന്നർത്ഥം പറയുമ്പോഴും, മിൻ ദൂനില്ല എന്നാൽ സിവല്ലാ അല്ലെങ്കിൽ ഗൈർ അല്ലാഹ് അള്ളാഹുവെ കൂടാതെ എന്നർത്ഥം പറയുമ്പോഴും ദൂന എന്ന പദത്തിൻ്റെ പ്രത്യേകതയാലാണ് അങ്ങനെ രണ്ട് നിലക്ക് അർത്ഥം പറയുന്നത്. ഭാഷാപരമായിട്ട് ഈ ദൂന എന്നുള്ള പദത്തെ ഇങ്ങനെയൊക്കെ വിശദീകരിച്ചത് തഫ്സീറുകളിൽ വായിക്കാം, ഭാഷാ നിഘണ്ടുക്കളിലും വായിക്കാം. ചില വ്യാകരണ പണ്ഡിതന്മാർ സിബവൈഹിയെ പോലുള്ളവർ ദൂന എന്നതിന് താഴെ അല്ലെങ്കിൽ സ്ഥാനം മോശമായ എന്നൊക്കെ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് സെയ്ദുൻ ദൂന അംറിൻ ഫിഷറഫ്, സെയ്ദ് എന്ന വ്യക്തി അംർ എന്ന വ്യക്തിയുടെ താഴെയാണ് ഫിഷറഫ് പദവിയിൽ. ഇവിടെ അംറിനേക്കാൾ സെയ്ദ് സ്ഥാനം കുറഞ്ഞവനാണ് എന്നാണ് അർത്ഥം. കുറഞ്ഞവൻ എന്ന അർത്ഥം കൊണ്ടുവന്നത് ഈ ദൂന എന്നുള്ള പദമാണ്. അപ്പം മിന്ദൂനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ കൂടാതെ എന്നാണ് അർത്ഥം. ഏതായാലും അള്ളാഹുവോടൊപ്പമായാലും അള്ളാഹു ഒഴികെയായാലും അള്ളാഹുവെ കൂടാതെയായാലും ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിക്കുക എന്നുള്ളത് ഏറെ ഹീനവും അക്രമവുമായ കുറ്റകൃത്യമാണ്. അതെങ്ങനെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ തുടർച്ചയിൽ പഠിക്കാം. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ. അന്ദാദൻ എന്ന് പറഞ്ഞാൽ നിദ്ദുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അന്ദാദ്. അന്നിദ് എന്ന് പറഞ്ഞാൽ അന്നദീറു വൽ മിസിൽ, സമൻ, തുല്യൻ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാർത്ഥം. അറബിയിലൊരു കവിത കാണാം, അതൈമുൻ തജഅലൂന ഇലയ്യ നിദ്ദൻ വമാ തൈമുൻ ലിദി ഹസബിൻ നദീദു എന്ന്. ഈ കവിത ചൊല്ലുന്നത് അബൂ ഹസ്ര ജരീർ അത്തമീമിയാണ്. ജരീർ എന്ന കവി ബനു തമീം ഗോത്രക്കാരനാണ്. ഈ ബനു തമീം ഗോത്രക്കാരനെ ചിലർ ബനു തൈം ഗോത്രമായി വിശേഷിപ്പിച്ചു. അറബി ഗോത്രങ്ങളിൽ തമീമികൾ വേറെയാണ്, തൈമികൾ വേറെയാണ്. ഇസ്ലാം ഉദയം ചെയ്ത് ഗോത്രത്തിൻ്റെ പേരിലുള്ള അളക്കലും തൂക്കലും ആളുകളെ പുകഴ്ത്തലും ഇകഴ്ത്തലുമൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് മുമ്പ് തമീമുകൾ മികച്ചവരും തൈമികൾ അവരെ അപേക്ഷിച്ച് പദവി കുറഞ്ഞവരുമായിരുന്നു. ബനു തൈം ഗോത്രം ഏറെ സ്ഥാനം പതിതമായ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരുവിയോഗ ശേഷം ഖലീഫയായി നിശ്ചയിച്ച ആ ചരിത്രത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബനു തൈം ഗോത്രക്കാരനാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തൈമിയാണ്, ഖുറൈശിയാണ്, ഖുറൈശികളുടെ ഉപഗോത്രമായ ബനു തൈം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബൂ ഖുഹാഫ ഉസ്മാൻ എന്നിവരോട് ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അറബികൾ അത് സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണം തൈമികളിൽ നിന്നൊരാളെ അറബികൾ തങ്ങളുടെ നേതാവായി സമ്മതിക്കുക എന്നുള്ളത് അസഹ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നതിനാലാണ്. ഏതായാലും കവി ജരീർ തമീമിയെ ചിലർ തൈമിയായി വിശേഷിപ്പിച്ചപ്പോൾ അവിടെയാണ് അതൈമുൻ തജഅലൂന ഇലയ്യ നിദ്ദൻ, തൈമിനെയാണോ നിങ്ങൾ എനിക്ക് സമനായി നിശ്ചയിക്കുന്നത്? വമാ തൈമുൻ ലിദി ഹസബിൻ നദീദു, ഒരു തറവാടിയെ സംബന്ധിച്ചിടത്തോളം തൈം ഒരിക്കലും തുല്യമാവുകയില്ല. ഇതാണ് ജരീർ പറയുന്നത്. തമീമിക്ക് തൈം തുല്യനല്ല, തമീമി തറവാടിയാണ്, അതിനാൽ തൈം ഒരിക്കലും നദീദ് തുല്യനാവുകയില്ല എന്ന് പറയുകയാണ്. ഞാനിത് പറഞ്ഞത് നിദ് എന്നത് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാനാണ്. നിദ്, നദീർ, മിസിൽ, തുല്യൻ, സമൻ എന്ന അർത്ഥത്തിലാണ്. അതിൻ്റെ ബഹുവചനമാണ് അന്ദാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആ പദമാണ് പ്രയോഗിച്ചത്. ആരാധ്യന്മാരെ അന്ദാദാക്കുന്നവർ, അതും അള്ളാഹുവിന് അങ്ങനെയുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്.